ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കിവിടെ ക്ലൈമറ്റൊക്കെ ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ ഒന്ന് മാറി ചെറിയ മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ കർക്കിടക മാസമാണല്ലേ. കർക്കിടക മാസത്തിൽ എല്ലാവരും കുറച്ച് ആരോഗ്യപരമായിട്ടൊക്കെ കുറച്ച് ആയുർവേദ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് താമസിക്കുന്നവർക്ക് മരുന്ന് കഞ്ഞിയും കാര്യങ്ങളുമൊക്കെ അത്ര ഈസി ആയിട്ട് കിട്ടത്തില്ല. അതിന് പകരം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു കഞ്ഞി ഉണ്ടാക്കാം. നമ്മുടെ ഉലുവക്കഞ്ഞിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഉലുവയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ആരോഗ്യത്തിന് വളരെ നല്ല കാര്യങ്ങളാണ് ഈ ഉലുവക്കഞ്ഞിയിൽ ചേരുന്നത്. അപ്പം നമുക്ക് ഉലുവക്കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നുറുക്കരിയാണ്. പൊടിയരി എന്നൊക്കെ പറയുന്ന ആ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് റൈസാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ അരക്കപ്പ് റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അരക്കപ്പ് റൈസിന് 1.5 ടേബിൾ സ്പൂൺ ഉലുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ 6 മണിക്കൂർ കുതിർത്ത് വെച്ച ഉലുവയാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 6-7 പീസ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ്. 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് 2-ാം പാലും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. ഇനി ഒരു 3 വിസിൽ കേൾക്കുന്ന അത്രയും ടൈം നമ്മൾ 3 വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോൾ ഇത് കഞ്ഞി അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ടൈം നമുക്കത് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ വിസിലൊക്കെ കേട്ട് എയറൊക്കെ ഫുള്ള് പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഓക്കെ, കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നിറച്ച് 1-ാം പാല് ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തേങ്ങാപ്പാലും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഉലുവയുടെ കയർപ്പൊന്നും തീരെ അറിയാൻ പറ്റില്ല. കുടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുട്ടികൾക്കായാലും ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നില്ല. തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കൊരു ചെറിയ പൊടിക്കൈ കൂടിയുണ്ട്. നമുക്കൊരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ച് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ്. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ച് നോക്കിയാലേ അറിയാവുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. കർക്കിടക മാസമാണ്. എല്ലാവരും ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രാത്രിക്കോ രാവിലെയോ എപ്പോഴെങ്കിലും ഒക്കെ ഒരു നേരം ഈ കഞ്ഞി ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്. കുട്ടികൾക്കായാലും ഉലുവ എല്ലാവർക്കും ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞങ്ങളുടെ ബാൽക്കണിയിൽ കൂടുകൂട്ടിയ ഒരു കുഞ്ഞു കിളിയുടെ കുറച്ച് വിശേഷങ്ങളാണ്.